നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന ഈ വീഡിയോയിലെ വിഷയം ഈ ആഴ്ചയിലെ ലോട്ടറി ഭാഗ്യ നമ്പറാണ്. എല്ലാ ആഴ്ചയിലും ഞാൻ ലോട്ടറി ഭാഗ്യ നമ്പർ ഇടുന്നുണ്ട്. പലർക്കും കിട്ടുന്നുണ്ട്, കിട്ടാത്ത ചിലവരുമുണ്ട്. അപ്പൊ ലോട്ടറി വീഡിയോ കാണുന്ന നിങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ നിങ്ങളുടെ കമന്റ് അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തണം. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും, അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും, ആ അഭിപ്രായം ഒന്ന് കമന്റായിട്ട് നിങ്ങൾ ഇടണം എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. എന്നാൽ പലർക്കും കമന്റ് ഇടാൻ മടിയാണ്. നമ്പർ വേണം അവർക്ക്, നമ്മുടെ നമ്പർ അവർക്ക് ആവശ്യമാണ്. എന്നാൽ നമ്മളുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ, ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അതിലെന്തെങ്കിലും ഒരു അഭിപ്രായം ഇടാൻ അവർക്ക് മടിയാണ്. അങ്ങനെ ചെയ്യാറില്ല പലരും. ചില ആൾക്കാർ ഇടുന്നുണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ ഭാഗ്യം തുണക്കുന്ന ഒരു നമ്പറാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളെ ഭാഗ്യം തുണക്കുന്ന ഒരു നമ്പർ. ലോട്ടറി എടുക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ നമ്പർ എല്ലാ ആഴ്ചയിലും ഇടുന്നത്. ഞാൻ ഈ നമ്പർ ഇടുന്നത് ലോട്ടറി എടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ നമ്പർ ഇടുന്നത്. ലോട്ടറി എടുക്കാത്തവരിത് വായിക്കയില്ല, കാണുകയില്ലല്ലോ, കേൾക്കയില്ല. അപ്പൊ ലോട്ടറി എടുക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ നമ്പർ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട്, ഞാൻ എല്ലാ ആഴ്ചയിലും ഇടുന്ന ഈ വീഡിയോ കണ്ട്, എല്ലാ ഞായറാഴ്ചയും വീഡിയോ ഇടാറുണ്ട്. അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളിതൊന്ന് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, ഒന്ന് ലൈക്ക് ചെയ്യാനും, കമന്റ് ചെയ്യാനും, ഷെയർ ചെയ്യാനും ഒക്കെ ഒരു താല്പര്യം കാണിക്കണം. ഈ ചാനലിനെ അങ്ങനെ ചെയ്ത് ഈ ചാനലിനെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ഒരു അഭിപ്രായം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഈ വീഡിയോ കാണുന്ന പലരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് പലരും. ചിലര് ചെയ്തിട്ടുണ്ടാവട്ടെ, അങ്ങനെയല്ല. എന്നാൽ നല്ലൊരു ഭാഗം ആൾക്കാർ വീഡിയോ കാണുന്നല്ലാതെ എന്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എന്റെ എല്ലാ വീഡിയോയും, ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ട്. പക്ഷെ ലോട്ടറി നമ്പർ ഞായറാഴ്ച ദിവസം മാത്രമാണ് ഇടുന്നത്. അപ്പൊ അങ്ങനെ എന്റെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എന്റെ വീഡിയോന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാ ദിവസവും വരും. ഞായറാഴ്ച ലോട്ടറിയുടെ വരും, മറ്റുള്ള ദിവസങ്ങളിലും ജ്യോതിഷ സംബന്ധമായ വീഡിയോകളും വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളിതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഒന്ന് ഷെയർ ചെയ്ത് ഈ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്നുള്ള വിനീതമായ അഭ്യർത്ഥന നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ ഈ ലോട്ടറിയുടെ നമ്പറിലേക്ക് കടക്കാം. നിങ്ങൾ ഇതാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വീഡിയോ സംഭാഷണം നിർത്തിയിട്ട് ഈ വീഡിയോന്റെ നമ്പറിലേക്ക് കടക്കുന്നത്. ആദ്യം തന്നെ ഞാൻ 4 അക്ക നമ്പർ പറയാം. ഈ 4 അക്ക നമ്പറും 3 അക്ക നമ്പറും ആൾക്കാർക്ക് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് 5000 രൂപ വരെ അടിക്കാവുന്ന 3 അക്ക നമ്പറും 4 അക്ക നമ്പറുമാണ് ഞാൻ ഇവിടെ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്ന നമ്പർ, 4 അക്ക നമ്പർ ആദ്യം പറയാം. 0074 0074 1089 1089 2467 2467 3108 3108 4672 4672 4438 4438 5270 5270 62
6296 6296 7297 7297 8697 8697 അവസാനത്തെ നമ്പർ 9365 9365 ഇതാണ് 4 അക്ക നമ്പർ. ഇനി അടുത്തത് 3 അക്ക നമ്പറാണ് പറയുന്നത്. 009 009 അടുത്ത 3 അക്ക നമ്പർ 107 107 അടുത്ത നമ്പർ 257 257 336 അടുത്ത നമ്പറാണ് 336 അടുത്ത നമ്പർ 465 465 542 542 ഇനി അടുത്ത നമ്പർ 631 631 759 759 863 863 936 ഇതാണ് ഈ ആഴ്ചയിലെ സംഖ്യാശാസ്ത്രം അനുസരിച്ചുള്ള ഒരു നമ്പറാണ് ഞാൻ ഇവിടെ കുറിച്ചത്, നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ ഈ നമ്പർ എടുക്കുമ്പോൾ പലർക്കും പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചാൽ ചിലപ്പോൾ ഈ നമ്പർ ഒത്തു കിട്ടുള്ളൂ. അങ്ങനെ ഒത്തു കിട്ടിയാൽ അത് നിങ്ങളുടെ ഭാഗ്യത്തെ കുറിക്കുന്ന ഒരു നമ്പർ കൂടിയായിരിക്കും. പിന്നെ ഭാഗ്യം തെളിയാൻ വേണ്ടി ഈശ്വര പ്രാർത്ഥന, ഈശ്വരാധീനം വേണം. കാരണം എന്താണെങ്കിലും ഒരു സർവേശ്വര നിശ്ചയം ഉണ്ടാവും എല്ലാത്തിനും, ഇല്ലേ? അപ്പൊ വിശ്വാസികളായ നിങ്ങൾ ഈ ലോട്ടറി എടുക്കുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം ലോട്ടറി എടുക്കാൻ. മനസ്സിലായോ? ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ലോട്ടറി എടുക്കാൻ. അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ വഴിപാട് എന്തെങ്കിലും നടത്തിയിട്ട്, വഴിപാട് എന്ന് പറഞ്ഞൊരു പുഷ്പാഞ്ജലിയെങ്കിലും നടത്തിയിട്ട് ലോട്ടറി എടുക്കാൻ ശ്രമിക്കുക. അതുകൂടാതെ കഴിയുന്നതും വ്യാഴാഴ്ച ദിവസങ്ങളിൽ ലോട്ടറി എടുക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. കാരണം ഇപ്പോൾ വേഴം കർക്കിടകക്കൂറിൽ നിൽക്കുന്നുണ്ട്. വേഴം ഇപ്പോൾ ധനകാരകനായ വേഴം കർക്കിടകക്കൂറിൽ ഉച്ചസ്ഥനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ വേഴം എന്ന ഗ്രഹം കർക്കിടകക്കൂറിൽ ഉച്ചസ്ഥനായിട്ട് നിൽക്കുമ്പോൾ അത് പല രാശിക്കാർക്കും പല നക്ഷത്രക്കാർക്കും ഗുണകരമാണ്. അപ്പൊ അതുകൊണ്ട് വേഴത്തിന്റെ ദേവനായ മഹാവിഷ്ണുവിനെയോ കൃഷ്ണനെയോ പ്രാർത്ഥിച്ച് നിങ്ങൾ ലോട്ടറി ടിക്കറ്റ് എടുക്കുക. അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം കൃഷ്ണന്റെയോ അല്ലെങ്കിൽ വിഷ്ണുവിന്റെയോ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം ലോട്ടറി എടുക്കുകയും ചെയ്യാം. പിന്നെ ഈ കൂലിപ്പണിക്കാരെ സംബന്ധിച്ചും മറ്റ് ജോലിക്കാരെയൊക്കെ സംബന്ധിച്ച് അവർക്ക് രാവിലെ ക്ഷേത്രത്തിലൊക്കെ പോകാൻ സാധിച്ചെന്ന് വരില്ല, ഇല്ലേ? എന്നാൽ നിങ്ങളൊരു അങ്ങനെയുള്ളവരൊരു കാര്യം ചെയ്യണം. രാവിലെ കുളിച്ച് ശുദ്ധമായിരുന്നുകൊണ്ടും വിഷ്ണു ഭഗവാനെ, കൃഷ്ണ, ഗുരുവായൂരപ്പ എന്ന് നല്ലപോലെ പ്രാർത്ഥിച്ചുകൊണ്ട് ലോട്ടറി എടുക്കാം, ഇല്ലേ? പോകാൻ പറ്റാത്തവര് പോകണ്ട, അല്ലാത്തവര് പോകാം. ഏതായാലും നമ്മൾക്കൊരു ഈശ്വരാധീനം ഉണ്ടാകണം ഈ കാര്യത്തിൽ. അപ്പൊ ഒരു ഈശ്വരാധീനം തെളിയാൻ നിങ്ങൾ ഈശ്വര വിശ്വാസത്തോടുകൂടി ലോട്ടറി കാര്യങ്ങൾ, അതായത് നമ്പർ എടുത്താൽ നിങ്ങളെ ഭാഗ്യം തുറക്കും കേട്ടോ. ഇതാണ്. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ചാനലിൽ ആദ്യം പറഞ്ഞ ആ കാര്യം ഒന്നും കൂടെ ഓർപ്പിക്കണം. ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കമന്റ് എന്താണെന്ന് വെച്ചാൽ അതുവിടണം, ഒന്ന് ഷെയർ ചെയ്യുകയും വേണം. നിങ്ങളുടെ കൂട്ടുകാർക്കോ മറ്റുള്ളവർക്കോ ഒക്കെ അവർക്കും ഈ നമ്പർ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ വളരെ നല്ലതായിരിക്കും. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി.
നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.